ഒരു വെരി ഡിഫിക്കൽട്ടായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവർ ഫോഴ്സ്ഡ് ആവുന്നുണ്ട്. സത്യത്തിൽ ഞാൻ വിചാരിച്ചു ലൈഫ് തീരാൻ പോവാണെന്ന് വിചാരിച്ചു. 36-ാമത്തെ വയസ്സിൽ കരിയറിന്റെ ഏറ്റവും പീക്കിൽ ഒരു മെഡിക്കൽ ഇഷ്യൂ വന്നു. ട്രാജഡി ലൈഫിൽ നമുക്ക് ഫേസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഈസി. ഒരു കുഞ്ഞ് വേണോ വേണ്ടയോ, ഇനി ലൈഫിൽ നിനക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. ഹി ഈസ് വെരി വറീഡ് അബൌട്ട് ഹെർ. അവിടെ നിന്നാണ് അതിൻ്റെ ഒരു ലൈഫ് സ്റ്റോറി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കഥ ഭയങ്കരമായിട്ട് മാറിപ്പോണത്. കുറെ ആലോചിച്ചെടുത്തൊരു ബുക്കാണ് ഇന്നത്തെ അല്ലേ? അതെ. നമുക്ക് ഒത്തിരി വന്ന ചോദ്യങ്ങളിൽ ഒരു ചോദ്യമായിരുന്നു, എങ്ങനെ ലൈഫിൽ പർപ്പസ് കണ്ടെത്താം, എങ്ങനെ ലൈഫിനെ മീനിങ് ഫുൾ ആക്കി തീർക്കാം എന്നൊക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ചുള്ളത്. നമുക്ക് ഒറ്റ വാക്യത്തിൽ ഉത്തരം പറയാൻ പറ്റാത്തതും പലർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണത്. നമുക്ക് അതിനെ ബേസ് ചെയ്തുള്ള ഒരു ബുക്കാണ് നമ്മുടെ ഇന്നത്തെ ബുക്ക്, വെൻ ബ്രീത്ത് ബിക്കംസ് എയർ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെരി ഇമോഷണൽ ആയിട്ടുള്ളൊരു ബുക്കാണല്ലേ? അതെ അതെ അതെ. ഈ ബുക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ആകാശദൂത് എന്നുള്ള സിനിമയാണ്. പണ്ടത്തെ സിനിമ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ നെഞ്ചിൽ കുത്തിത്തറച്ച് വേദന എടുക്കുന്ന പടം. പക്ഷെ ആ പടം മൊത്തം പറഞ്ഞത് ലൈഫിൻ്റെ ഒരു ഡിസാസ്റ്റർ വരാൻ എത്ര ക്ലോസ് ആണ് എന്നുള്ള ഒരു കൺസെപ്റ്റിനെയാണ് അത് പറഞ്ഞുകൊണ്ടിരുന്നത്. ലൈഫിന് റോ ആണ് ലൈഫിനെ കുറിച്ച് സംസാരിച്ച ബുക്കാണ്. പോൾ കലാനിധി എന്ന ഒരാൾ ഒരു വലിയ ഓതറൊന്നുമല്ല, ഒറ്റ ബുക്കേ പുള്ളി എഴുതിയിട്ടുള്ളൂ. പുള്ളിയുടെ ലൈഫ് സ്റ്റോറിയാണ് ഈ ബുക്ക്. എങ്ങനെ ഈ ബുക്കിലേക്ക് എത്തി, എങ്ങനെയാണ് ഈ ബുക്ക് ശ്യാമിനെ ഇൻഫ്ലുവൻസ് ചെയ്തത്? ലൈഫിൽ ഞാൻ ഇതേവരെ കടന്നുപോയതിൽ വെച്ചാൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയെ കൂടെ കടന്നു പോയപ്പോൾ എൻ്റെ കയ്യിൽ വന്ന് പെട്ടൊരു ബുക്കാണ്. ഞാൻ എൻ്റെ കല്യാണമെല്ലാം കഴിഞ്ഞ് ഒരു ക്ലോസ് ടു 1 വർഷമൊക്കെ കഴിയുന്ന സമയമൊക്കെ ആയിട്ടുണ്ടായിരിക്കുന്നുണ്ട്. 2017-18 ആ സമയത്തൊക്കെയാണെന്നോ ആ സമയത്തൊക്കെ ഒരു മെഡിക്കൽ ഇഷ്യൂ വന്നു. എനിക്കൊരു വയറുവേദന വന്നു, അങ്ങനെ പറയാം. വയറുവേദന വന്ന് നമ്മളിവിടെയാണ് ഡോക്ടറെ അടുത്തേക്ക് പോയി. വയറുവേദന വെച്ചാൽ നമുക്ക് അസഹ്യമായിട്ടുള്ള വയറുവേദന, നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത വെരി വെരി ഡീപ്പായിട്ടുള്ള പെയിൻ. അപ്പോൾ നമ്മളൊരു ഡോക്ടേഴ്സിനെ കാണുന്നു, വീട്ടിൽ പോകുന്നു, ഒരു റിക്കറൻ്റ് ആയിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ട് 2-3 ദിവസം ഞാൻ ആ പെയിനിൽ കൂടെ കടന്നുപോയി. സത്യത്തിൽ ഞാൻ വിചാരിച്ചു ലൈഫ് തീരാൻ പോവാണെന്ന് വിചാരിച്ചു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും ഡിഫിക്കൽട്ട് ആയിരുന്നു ആ സമയം. കാരണം നമുക്ക് ചെല്ലുന്നു, കുറേ ടെസ്റ്റുകൾ ചെയ്യുന്നു, ടെസ്റ്റിലെല്ലാം നമുക്കൊരു പോസിറ്റീവിനേക്കാൾ ഒരു സംതിങ് ഗോയിങ് റോങ് എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അത്രയ്ക്കും ഞാൻ പെയിൻ ബെയർ ചെയ്യണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ വിചാരിച്ച ലൈഫ് തീർന്നു. ഞാൻ അങ്ങനെ തീരുമാനിച്ചു, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നി. അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ, വൈഫുണ്ട്, ഞങ്ങളൊരു ഫാമിലി സെറ്റപ്പ് ആയി വരുന്നുള്ളൂ, പാരൻസ് ഉണ്ട്. നമ്മളൊരു ചെറിയ ഫാമിലിയിലൊക്കെ അങ്ങനെ കടന്നു പോകുമ്പോൾ അങ്ങനെ ഒരു ട്രാജഡി ലൈഫിൽ നമുക്ക് ഫേസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഈസി. ഞാൻ അതിൻ്റെ എല്ലാ ആംഗിളിൽ കൂടിയും ചിന്തിക്കുന്നു. അങ്ങനെ ഒരു വെരി ഇമോഷണലി ഇരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഈ ബുക്ക് എൻ്റെ കയ്യിൽ വിട്ടത്. ഈ ബുക്ക് ഒരു സിമിലർ സ്റ്റോറിയാണ് പറയണത്. കാരണം പോൾ കലാനിധി എന്ന് പറയുന്ന ഒരു സർജൻ, ന്യൂറോ സർജൻ ആയിരുന്നു. സ്റ്റാൻഫോർഡിൽ നിന്നും കേംബ്രിഡ്ജിൽ നിന്നൊക്കെ വലിയ ഡിഗ്രി എടുത്ത് വെരി ഹൈ പൊസിഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന അത്രയും ഡിമാൻഡുള്ള ഒരു സർജനായിരുന്നു ആ സമയത്ത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ലൂസിയും ഒരു ഇന്റേണൽ മെഡിസിനിൽ വർക്ക് ചെയ്തിട്ട് വെരി കരിയറിൻ്റെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയത്ത് രണ്ടുപേരും ഭയങ്കര തിരക്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഓൾ ഓഫ് എ സഡൻ 35-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് പെട്ടെന്നൊരു സിംറ്റമാറ്റിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന് പെട്ടെന്നൊരു സ്റ്റേജ് 4 ക്യാൻസർ ഡയഗ്നോസ് ചെയ്യാണ്. 36-ാമത്തെ വയസ്സിൽ കരിയറിന്റെ ഏറ്റവും പീക്കിൽ ഫാമിലി ലൈഫ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ എന്റെ ലൈഫായിട്ട് ഒത്തിരി റിലേറ്റ് ചെയ്തു. അതിന്റെ കഥ പറയുന്ന ഒരു ബുക്കാണ്, അല്ലെങ്കിൽ അതിന്റെ പോൾ കലാനിധി തന്നെ എഴുതിയതാണ്. അങ്ങനെ ഒരു ഡയഗ്നോസിസ് ഓഫ് ക്യാൻസർ സ്റ്റേജ് 4 കണ്ടതിന് ശേഷം ലൈഫിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തെ കാണുന്ന വഴികൾ, അല്ലെങ്കിൽ നമ്മളേനെ ജീവിതം കണ്ടുകൊണ്ടിരുന്ന വഴികൾ, അതിനൊക്കെ പറ്റിയിട്ട് വെരി ഓപ്പൺ ആൻഡ് റോ ആൻഡ് ഇമോഷണലി പറയണ ഒരു ബുക്കാണ്. എൻ്റെ ലൈഫ് എങ്ങനെയാണ് മാറ്റിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബുക്കിന് ശേഷമാണ് എൻ്റെ ലൈഫിൽ എന്താണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ഇമോഷണൽ എക്സ്പീരിയൻസ്, എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് കൂടി കടന്നു പോയപ്പോഴാണ് എൻ്റെ ലൈഫിന് ഇത്തിരി കൂടി എനിക്കൊരു ക്ലാരിറ്റി, ലൈഫിൽ എവിടെ പ്രയോറിറ്റൈസ് ചെയ്യണം, എന്തിനു ചെയ്യണം എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ലിജിൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസും പർപ്പസ് എന്താണെന്നാണ്. പക്ഷേ നമുക്ക് ഈ ഇത് കഴിയണോട് കൂടിയിട്ട് അതിനൊരു ഉത്തരം പറയാൻ പറ്റുമായിരിക്കും. അതെ. പോള് കടന്നു പോകുന്നൊരു അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയഗ്നോസ് ചെയ്തു എന്ന് പറഞ്ഞ അവസ്ഥ, അത് കഴിഞ്ഞിട്ട് അവർ ആ ഫാമിലിയുടെ കൂടെ കടന്നു പോകുന്ന അവസ്ഥ, അതിനകത്ത് ഒരു വെരി ഡിഫിക്കൽട്ടായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവർ ഫോഴ്സ്ഡ് ആവുന്നുണ്ട്. അതെ. ആ ഒരു സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നു ഒത്തിരി ആൾക്കാരായിട്ട് നമുക്ക് റെസണേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് കാണിക്കുന്നതും
നമ്മുടെ ലൈഫിൽ ആ ഒരു ഡിസാസ്റ്റർ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ലൈഫിൽ ഇരുന്നിട്ട് ചുറ്റും നോക്കുന്നത് എന്നുള്ളതാണ് അല്ലേ? അതെ അതെ അതെ. എനിക്കൊന്ന് പോള് ഈ ബുക്കിലൂടെ ട്രൈ ചെയ്യുന്നതും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പരിധിവരെ അല്ലേ, ആളുകൾ അതിന് മുമ്പ് ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ശ്യാമ ഈ ബുക്കിൽ വായിക്കുമ്പം ആ ഒരു ഏരിയയിലൊക്കെ എങ്ങനെയാണ് ആ ഫസ്റ്റ് ഡയഗ്നോസിസ്, പോള് എന്താണ് അതിൽ നിന്ന് തിരിച്ചറിയുന്നത്, ആ ഡയഗ്നോസിൽ നിന്ന് ഒന്ന് നമുക്കൊന്ന് ഇത് ആ ഒരു ഡയഗ്നോസിസ് വന്നതിന് ശേഷം സ്റ്റേജ് 4 ലങ് ക്യാൻസർ എന്ന് പറയുമ്പോൾ മെഡിക്കലി പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അതിൻ്റെ ഒരു പ്രോഗ്നോസിസ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. പക്ഷേ അതേസമയം തന്നെ ഇദ്ദേഹം ഡോക്ടറാണ്, ഇദ്ദേഹം ന്യൂറോ സർജനാണ്. അപ്പോൾ ഇദ്ദേഹം തന്നെ ഇതിൽ ഈ ബുക്കിൽ പറയുന്നുണ്ട്, അതായത് ലൈഫിനെ ആ ഒരു 35 വയസ്സ് വരെ ഒരു ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ്, തമിഴ് ബാക്ക്ഗ്രൗണ്ടാണ് പാരൻസ്. അപ്പോൾ അത്രയും പാരൻസിൻ്റെ ഹയർ പാരൻസ് ആണ്, അല്ലെങ്കിൽ അങ്ങനെ നമുക്കൊരു ഹയർ ലെവൽ ഓഫ് ജോബ് കരിയർ അങ്ങനെ കെട്ടിപ്പടുക്കലാണല്ലോ നമ്മുടെ ലക്ഷ്യം ഒരു പരിധി വരെ. ഇപ്പം നമ്മളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു, നമ്മൾ കരിയറിൻ്റെ ഏറ്റവും പീക്കിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ള ഒരാൾക്കാരാണ്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ മുകളിൽ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ക്യാൻസർ ഡയഗ്നോസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇവർ ഒരു ഫാമിലി ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞപ്പോൾ പുള്ളി ഒരു ന്യൂറോ സർജൻ എന്ന് വെച്ചാൽ തലയിൽ സർജറി ചെയ്യെങ്കിൽ ലോങ് അവേഴ്സ് വേണം. ന്യൂറോ സർജൻ എപ്പോഴും 10-16 മണിക്കൂറുകൾ എടുക്കുന്ന സർജറി ആണല്ലോ. അപ്പോൾ പുള്ളി തന്നെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാഷനാർ സർജറി ആയിരുന്നു, അതിലേക്കായിരുന്നു ഓടിപ്പോയിക്കൊണ്ടിരുന്നായിരുന്നു ജീവിതത്തിൽ. അവിടെയാണ് ഒരു അപ്രതീക്ഷിതമായിട്ടൊരു ലൈഫ് അവസാനിക്കുകയാണെന്ന് പറയണം, അല്ലെങ്കിൽ ആ ഒരു മരണം എന്ന് പറയുന്ന ഒരു സംഭവം അതിൽ കടന്നു വരുന്നത്. അപ്പോൾ ഇതിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കാരണം ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഒരു സിസ്പ്ലാറ്റിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കീമോതെറാപ്പി ഡ്രഗ് ഉണ്ടല്ലോ, അത് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറയാണ്, ഇനി ലൈഫിൽ നിനക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. ആ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ നെർവ്സ്, നമ്മുടെ ഞരമ്പുകളെല്ലാം വീക്കാവും. അപ്പോൾ നമുക്ക് കൈകൊണ്ട് സർജറി ചെയ്യാൻ പറ്റില്ല. ഈ ബുക്കിൽ ഇങ്ങനെ പറയുന്നത്, ഞാൻ എൻ്റെ ലൈഫിൽ അത്രയും ഞാൻ കഷ്ടപ്പെട്ടതെല്ലാം നമ്മുടെ ആ ഒരു ജോലി എന്ന് പറഞ്ഞ ഒരു ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു. ന്യൂറോ സർജനായിട്ട് കാണലായിരുന്നു അദ്ദേഹത്തിൻ്റെ തന്നെ ഡ്രീം. എന്നാൽ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫാമിലിയും വൈഫും 2 പേരും പാരലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇത് കേരള ആൾക്കാർക്ക് കുറേ പേർക്ക് അത് റെസനേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ലൈഫിനെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു എവിടേക്കോ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഞാനും നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ, ഒരു ഫൈനാൻഷ്യലി സർവൈവ് ചെയ്യണമെങ്കിലൊക്കെ. അപ്പോൾ ഹസ്ബൻഡും വൈഫും എല്ലാം വിട്ടെറിഞ്ഞ് ഭയങ്കര തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് പ്രതീക്ഷിക്കാത്തൊരു സർപ്രൈസ് ലൈഫിൽ കലാനിധിക്ക് വരുന്നത്. അവിടെ അദ്ദേഹത്തിന് ഒരു തീരുമാനം എടുക്കാൻ നിർബന്ധിതനാവുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിൽ കൂടെ പോവുകയാണെങ്കിൽ നാളെ എനിക്ക് സർജറി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ആ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സംഭവം പിന്നെ നമുക്കില്ല. അപ്പോൾ അവിടെ നിന്നാണ് അതിൻ്റെ ഒരു ലൈഫ് സ്റ്റോറി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കഥ ഭയങ്കരമായിട്ട് മാറിപ്പോണത്. നമ്മൾ ഈ മെഡിക്കൽ പ്രൊഫഷനിൽ ഇരിക്കുന്നതുകൊണ്ട് നമ്മളത് ഒത്തിരി കാണുന്നതാണ്. ഇറ്റ്സ് വെരി സാഡ്. ഫാമിലിയിൽ എന്നതിൻ്റെ അപ്പുറത്ത് നമ്മൾ ഓരോ ദിവസവും പേഷ്യൻസിനെ ലുക്ക് ആഫ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഈ കോൺവെർസേഷൻ്റെ ഒരു പാർട്ടായി തീരാറുണ്ട് നമ്മൾ. അങ്ങനെയുള്ള ആളുകളോട് സംസാരിക്കുമ്പോഴും അവരും പറയുന്നൊരു കാര്യമുണ്ട്, അങ്ങനത്തെ ഒരു ഡയഗ്നോസിസ് ലൈഫിൽ എന്താ പറയുക, ഒരു എക്സ്പയറി ഡേറ്റ് ഇട്ട് കഴിയുമ്പോൾ ലൈഫിൻ്റെ ആ ഇത് മൊത്തം മാറിപ്പോകുന്ന ഒരു കാഴ്ച നമ്മൾ ഒത്തിരി കാണാറുണ്ട്. അതേപോലെ ആയിരുന്നു പോളിനും. ചെറിയൊരു ഫാമിലിയാണ്, അവർ 2 പേര് മാത്രമേ ഉള്ളൂ, അവർക്കും ഒരു കുഞ്ഞ് വേണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനം എടുക്കുക എന്നുള്ളത് വെരി ഡിഫിക്കൽട്ട് ഫോർ ലൂസി ഇറ്റ് സെൽഫ്. ആ ബുക്കിനകത്ത് പറയുന്ന പുള്ളിക്കാരുടെ ഇമോഷണൽ റോളർ കോസ്റ്റർ ഭയങ്കര ഫാസിനേറ്റിംഗ് ആണ്. പോള് തന്നെ സ്വന്തം ഭർത്താവാണ്, ആ പുള്ളിയുടെ പെർസ്പെക്റ്റീവിലാണ് എഴുതുന്നത്. അത് തന്നെ വലിയ ഇതാണ്. അത് ശ്യാമ എന്ത് തോന്നിയത്? അത് ലിജിൻ, അങ്ങനെ ലൈഫിനെ നമുക്ക് വെരി സർപ്രൈസിങ്, നമുക്ക് സർപ്രൈസസ്, നമുക്ക് ഇഷ്ടമില്ലാത്ത സർപ്രൈസസ് നമുക്ക് ലൈഫിൽ മുന്നിലോട്ട് വരുമ്പോൾ അത് നമ്മളെ മാത്രമല്ല, നമ്മളെ സറൗണ്ടിങ്ങിനെയും നമ്മുടെ കൂടെയുള്ള ആൾക്കാരിനെ അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യാം. ഇപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ പോളിന് ഇങ്ങനെ വന്നപ്പോൾ, അപ്പോൾ ഇവര് ലൈഫ് തുടങ്ങിയിട്ടുള്ളൂ, അപ്പോൾ ഇവർക്ക് മക്കളില്ലായിരുന്നു. അപ്പോൾ അവർ വെരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുറച്ച് കോൺവെർസേഷനെ കൂടെ കടന്നു പോവാണ്. അപ്പോൾ പോള് വൈഫിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ മരിക്കും എന്താണെങ്കിലും, അപ്പോൾ നിനക്ക് വേണമെങ്കിൽ, കാരണം ഹീസ് വെരി വറീഡ് അബൌട്ട് ഹെർ, അവരുടെ ഒരു ഫ്യൂച്ചറിനെ പറ്റി വറീഡ് ആയിരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് അവർക്കൊരു കുഞ്ഞുണ്ടാവണം എന്നുള്ളൊരു കാര്യത്തിലേക്ക് അവരൊന്നിച്ച് തീരുമാനിക്കുകയാണ്. എത്ര നാൾ ഇനി ജീവിച്ചിരിക്കുന്നു പോളിനറിയില്ല. എന്നാൽ ഇപ്പോൾ കുട്ടി ഉണ്ടാവുമ്പോൾ അവരങ്ങനെ IVF വഴി കൊച്ചിനെ ഓപ്റ്റ് ചെയ്യുന്നു, അല്ല കൊച്ചിനെ ആ ഒരു തീരുമാനത്തിലേക്ക് കിടക്കുന്നു. പക്ഷേ ഈ ലൂസി എന്ന് പറയുന്ന പെണ്ണ്, ഇപ്പം നമുക്ക് നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുള്ളതോ കടന്നു പോയിട്ടുള്ളതായിട്ടുള്ള പല സ്റ്റോറീസിലും ഇപ്പോൾ ഒരു മെയിൽ പാർട്ട്ണർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സ്ത്രീ ലൈഫിനെ മുന്നോട്ട് മാറ്റി കൊണ്ടുപോകുന്നത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നു. നമുക്ക് തന്നെ അനുഭവങ്ങളുണ്ട്, നമ്മുടെ പേഴ്സണലി നമ്മൾ പല ആൾക്കാരുടെയും സ്റ്റോറീസ് കണ്ടിട്ടുള്ള നമുക്ക് കേട്ടിട്ടുള്ള കഥകൾ നമുക്ക് എല്ലാവർക്കും ഇത് കേൾക്കുന്ന ആൾക്കാർക്കും ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. മെയിലായാലും ഫീമെയിലായാലും നമ്മളാ ഒരു ലൈഫിൽ എക്സ്പെക്റ്റ് ചെയ്യാത്ത
നമുക്ക് തലക്കടികൾ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നമ്മളാ ഒരു ലിജിൻ പറഞ്ഞ പോലെ ഒരു എക്സ്പയറി ഡേറ്റ് നമ്മൾ മുന്നിലോട്ട് കാണുമ്പോഴാണ് ലൈഫിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്ന സാധനത്തിന് പുറത്തോട്ട് വരുന്നത്. ഇപ്പോൾ പോള് ഈ പുസ്തകത്തിൽ ഒരു പകുതിയിലധികം എഴുതുന്നത് നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എത്തണേക്കിന് മുമ്പേ നമുക്ക് ലൈഫിലൊരു ക്ലാരിറ്റി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ലെഗസി തന്നെ അങ്ങനെ ആക്കിയിട്ട് വെച്ചേക്കുന്നത്. അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവണം എന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് അവർ ലൈഫ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റുകൾ തുടങ്ങുന്നു. അപ്പോൾ ഓരോ ദിവസം അപ്സ് ആൻഡ് ഡൗൺ ആയിട്ട് വീക്ക് ആവുന്നു, ഉയർന്നു വരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിലെല്ലാം ഒത്തിരി ഇമോഷണൽ ദിവസങ്ങളുണ്ട് ഓരോ ദിവസം. ഇപ്പം ഞാൻ ആ ഒരു എൻ്റെ ഒരു ജേണിയിലും ഞാൻ ആ കുറച്ച് ദിവസങ്ങളിൽ കൂടെയൊക്കെ തന്നെയാണെങ്കിലും കടന്നു പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമ്മൾ ചിന്തിക്കുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ്. നമ്മളൊരു ലിജിൻ പറഞ്ഞ വാക്ക് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു എക്സ്പയറി ഡേറ്റ് എൻ്റെ മുൻപിൽ കാണിക്കുവാണെങ്കിൽ അവിടെ ഞാൻ തീരുമാനിക്കും എൻ്റെ ലൈഫിൽ എനിക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോൾ പോള് അവിടെ നിന്ന് സർജൻ എന്ന് പറഞ്ഞ ഡ്രീം എല്ലാം മാറ്റി വെച്ച് പക്ഷെ പുള്ളി വീണ്ടും ഒന്നുകൂടി ട്രൈ ചെയ്യുന്നുണ്ട് പോകാനായിട്ട്, ജോലിക്ക് തിരിച്ച് കയറാനായിട്ട് നോക്കാറ് അത്രയ്ക്കും പാഷനേറ്റ് ആയിരുന്നു. അപ്പോൾ വൈഫും ഒരു പരിധി വരെ സപ്പോർട്ട് ചെയ്യുന്നു, ഒന്നുകൂടി പോയി നോക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർക്ക് ഒത്തിരി ഓഫറുകളെല്ലാം വരുന്നുണ്ട്, നല്ല ജോലികളൊക്കെ. പക്ഷെ എങ്കിലും നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് നമ്മുടെ ഒരു പ്രയോറിറ്റി മാറുക എന്ന് പറയില്ലേ, നമ്മൾ വലിയ പ്രൗഡിൽ കൊണ്ടു നടക്കേണ്ട ഒരു ജോലി അങ്ങനെ ഒരു സമയത്ത് കുറച്ച് ദിവസങ്ങൾ മുന്നിലുള്ളപ്പോൾ നമ്മൾ എങ്ങനെ നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യും, എന്തിലായിരിക്കാം നമ്മൾ ഫോക്കസ് ചെയ്യണത്, അതാണ് ഇതിൻ്റെ ഒരു പിന്നീടുള്ള ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത്. നമ്മളിപ്പോൾ ഒരു ഗോള് നമുക്ക് വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ വർക്ക് ബെറ്റർ എന്ന് പറഞ്ഞ പോലെയാണ് ചില കാര്യങ്ങൾ. പക്ഷേ ഇതിനകത്ത് അവർ ഒരു കുഞ്ഞുണ്ടാവാനുള്ള തീരുമാനം എടുക്കുമ്പോഴും അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്ന അവർ മിസ് ചെയ്യുന്ന എന്താണെന്ന്. അതെ, ആ അട്രോസിറ്റി വേണ്ടി വന്ന് ഓരോ മിസ് ചെയ്യുന്നത്. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ലൈഫിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ലൈഫിൽ ക്രൈസിസ് വന്നപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ഓക്കെ ഇതല്ല ഞാൻ ജീവിക്കാൻ ഉദ്ദേശിച്ച ലൈഫ് എന്നുള്ളത്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മൾ ആ ഒരു എക്സ്പയറിയിൽ നിന്ന് മുന്നോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ മരിക്കാൻ ഇതായാലും നമ്മൾ മരിക്കും. അപ്പം നമ്മൾ അതിൽ നിന്ന് മുന്നോട്ട് ചിന്തിക്കുമ്പം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും പർപ്പസ്. ചിലപ്പോൾ നമ്മൾ അതായിരിക്കാം ചിന്തിക്കണം. ആ എക്സ്പയറി ആയിട്ട് നമ്മൾ തന്നെ ഇട്ടിട്ട് പുറകോട്ട് ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻഡ് ഇൻ മൈൻഡ് എന്ന് പറഞ്ഞ പോലെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള പാട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞുണ്ടാവുന്നതാണ്. അതെ, ആ കുഞ്ഞിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് സമയമാണ് പോളിൻ്റെ ലൈഫിൽ പുള്ളി പറയുന്നത് ഏറ്റവും ഗോൾഡൻ ടൈം എന്ന് പറയുന്നത്. അതെ 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 അത് ഭയങ്കര ഒരു ഇതല്ലേ, ആ ഫാമിലി എന്നുള്ള ആ എസ്റ്റാബ്ലിഷ്മെന്റിനോട് ആളുകൾ ആ പ്രേമം തോന്നുന്നത്. അങ്ങനെ ഒരു ദുരന്തം ലൈഫിൽ വരുമ്പോഴാണ് പലർക്കും അത് തിരിച്ചറിയണത്. കാരണം എൻ്റെ ലൈഫിൽ തന്നെ വേറൊരു എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ വെരി ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരാൾ നാട്ടിൽ അൺഎക്സ്പെക്റ്റഡ്ലി ഒരു ബാഡ് ഡയഗ്നോസിസ് ഉണ്ടാവുന്നു. അദ്ദേഹം മരിക്കണതിൻ്റെ തലേ ദിവസം, നാളെ മരിക്കുകയാണെങ്കിൽ ഇന്ന് ഞാൻ 1 മണിക്കൂറോളം ഞങ്ങൾ ഫോണിൽ സംസാരിച്ചതാണ്. അദ്ദേഹം പറഞ്ഞു പോണ കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ കേട്ട കുറേ കാര്യങ്ങൾ, നമ്മൾ ചെയ്ത ജോലിയുടെ ഭാഗമായിട്ട്, ഇപ്പം ഞാൻ ചെയ്ത ജോലിയിലാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു പാലിയേറ്റീവ് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾ ചെയ്യുമ്പോൾ ആൾക്കാർ ആ ഒരു സമയത്ത് പറയണ കാര്യങ്ങളുണ്ടല്ലോ, ആ അവസാന ദിവസങ്ങളിൽ പറഞ്ഞു പോണ കാര്യങ്ങളിൽ അതിൽ ഒരേ ഒരു സബ്ജക്റ്റേ ഉള്ളൂ, നമ്മുടെ ഫാമിലി. നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ബന്ധങ്ങൾ. ഒത്തിരി എഴുത്തുകാർ അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ ബുക്കിൽ തന്നെ പറയുന്നു, പല രീതിയിലും പല കടന്നുപോയിട്ടുള്ള എഴുത്തുകാരെല്ലാം ആ ഒരു ഫൈനൽ മൊമെൻറ്റ്സ് ഓഫ് ലൈഫിൽ, അതാണ് ലൈഫിൽ ഏറ്റവും ക്ലാരിറ്റി ഉള്ള മൊമെൻറ്റ്. അവിടെ ആ പർപ്പസ് എന്ന് പറയണത് നമ്മൾ ഓടിക്കൊണ്ട് നമ്മൾ എവിടേക്കോ നേടാനായിട്ട് ജോലി ടൈറ്റിലുകളല്ല, നമ്മുടെ അക്കൗണ്ട് ബാലൻസുകളല്ല, പക്ഷെ നമ്മുടെ കൂടെ ഇരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ആ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടാവുന്നത്, അതാണ് പർപ്പസ് എന്നാണ് പോൾ ആ സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുണ്ടായിട്ടാണെങ്കിലും പുള്ളി അവസാനത്തെ ഒരു 4-5 മാസത്തോളം പോളും ലൂസിയും ബേബിയും കൊച്ചും കൂടിയിട്ട് ജീവിക്കാൻ പറ്റും കുറച്ച് സമയം. വൈഫ് പറയണത് കൂടുതൽ സമയം പോള് ആ കൊച്ചിനെ എപ്പോഴും ചേർത്ത് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ പറയാൻ പറ്റും. ആളുകൾ ഇപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നവരെല്ലാം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ റീൽസ് കണ്ട്, അല്ലെങ്കിൽ ആ ഒരു സംഭവം എന്തോ പർപ്പസ് ഇല്ലാത്ത കുറേ കാര്യങ്ങളിൽ നമ്മൾ സമയം ഇങ്ങനെ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
നമുക്ക് ലൈഫിൽ ഇങ്ങനെ നമുക്കൊരു തലക്കടി കിട്ടണം എന്നില്ല നമുക്ക് തിരിച്ചറിയാനായിട്ട് നമ്മുടെ ലൈഫിൽ എന്താണ് നമുക്ക് മുന്നിലോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് വേണ്ടതെന്ന്. അല്ലെ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു ആകാശദൂത് കാണുമ്പോഴാണെങ്കിലും നമ്മൾ ഇരുന്ന് മുഴുകിപ്പോണം നമ്മൾ അവരുടെ ജീവിതം ജീവിക്കുമ്പോഴാണ്. അതെ 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 എനിക്ക് ആകാശദൂത് സിനിമ കണ്ടപ്പോഴേ ഞാൻ ശ്യാമിനോട് പറയുകയും ചെയ്തു. ഞാൻ എൻ്റെ അമ്മേനെ പിറ്റേ ദിവസം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അമ്മേനെ കാണുമ്പോൾ എനിക്ക് കരച്ചിട്ട് വരുമായിരുന്നു. കാരണം എനിക്ക് 6-7 വയസ്സം കണ്ടുള്ളൂ. അപ്പം എൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സിനിമ എന്നെ ട്രിഗർ ചെയ്തത് പല പല കാര്യങ്ങളാണെങ്കിലും അന്നത്തെ ആ ചെറുപ്പത്തിൽ ഈ മരണോ ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എനിക്ക് എൻ്റെ അമ്മയുടെ ആ ഒരു വേറൊരു അമ്മയാണല്ലോ അനുഭവിക്കുന്നത്. അതാണ് അതേപോലെയാണ് ലൈഫും. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള സ്റ്റോറീസാണ് നമ്മൾ ട്രിഗർ ചെയ്യണമായിരിക്കാം. ലൈക്ക് ലൈഫ് ഹാസ് ആൻ എൻഡ്. അവിടുന്ന് ഏറ്റവും പർപ്പസ്ഫുൾ ആയിട്ടുള്ള എന്താണ് ലൈഫിൽ എന്നുള്ളത്. ഇപ്പം എനിക്ക് ഫാമിലിയാണ്, ശ്യാമിന് ഫാമിലിയാണ്, മറ്റുള്ളവർക്ക് വേറെ ആർക്ക് വേറെ എന്തെങ്കിലും ആണെങ്കിൽ അതാണത്. പക്ഷേ അത് എന്താണെന്ന് തിരിച്ചറിയാത്ത ഒരവസ്ഥയുണ്ടല്ലോ. അല്ല, എന്താണ് തിരിച്ചറിയാച്ചാൽ നമ്മൾ എന്തിനോ വേണ്ടി ജീവിക്കുക എന്ന് പറയുന്ന അവസ്ഥയുണ്ടല്ലോ. അതാണ് അതിൽ ഏറ്റവും ബുദ്ധിമുട്ട്. ഇപ്പം നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ചകളിൽ കടന്നു പോകുന്ന കഥകളിലെല്ലാം അവർക്കേ അറിയാം അവർ സമയം എവിടെയോ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവർക്ക് ഒന്നിലും ഒരു ആശ്വാസം കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. കാരണം അവർ ആ ഒരു റാൻഡം ഫ്ലാഷ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പരിചയമുള്ള ആളുകൾ നമുക്ക് ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോഴാണെങ്കിലും നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കുക. കാരണം ഇപ്പം ഈ അവസാന ദിവസങ്ങളിൽ ആ കൊച്ചിൻ്റെ കൂടെ സമയം ചെലവഴിക്കുമ്പോൾ കോടി എന്ന കൊച്ചിൻ്റെ കൂടെ സമയം ചെലവഴിച്ചിട്ട് ആ ഒരു മരിക്കണതിന് തൊട്ട് മുമ്പ് വരെ ആ കൊച്ചിനോട് സംസാരിക്കണതെല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്. വെരി ഡീപ്പ് ആൻഡ് ഇമോഷണലി. അതെ അതെ എനിക്കൊന്ന് ഇതിൻ്റെ ഏറ്റവും സാഡസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പുള്ളിക്ക് ഈ ബുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ലാസ്റ്റ് ചാപ്റ്റർ പുള്ളിക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന പുള്ളി മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. ഇതിൻ്റെ പോളിൻ്റെ വൈഫായിട്ടുള്ള ലൂസിയാണ് ഇതിൻ്റെ ലാസ്റ്റ് പേജ് എഴുതിയത്. എനിക്ക് തോന്നുന്നു അതൊക്കെയാണ് ഒരു ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് നമ്മുടെ ലൈഫിൽ. പുള്ളിക്ക് നമുക്ക് ഒരു ബുക്ക് തീർക്കാനുള്ള സമയം പോലും ചിലപ്പോൾ ലൈഫ് നമുക്ക് തരത്തില്ല. സോ ഗെറ്റ് തിങ്സ് ഡൺ എന്നുള്ളത് എത്രയും പെട്ടെന്ന്, അതാണ് ആ പോള് ആ ലാസ്റ്റ് ഭാഗങ്ങൾ എഴുതാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പുള്ളിക്കാർ ഇത്രയും കുറച്ച് സമയമുള്ളൂ. നമ്മളൊരു കൗണ്ട് ഡൗൺ നമ്മൾ മുന്നിലോട്ട് കാണുകയാണ്. മാസങ്ങൾ ആഴ്ചകളാവുന്നു, ആഴ്ചകൾ മണിക്കൂറുകളാവുന്നു. അപ്പോൾ ആ ഒരു ഇമോഷണൽ പുള്ളി അത്തരം സമയം പോലും ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി മാറ്റിവെച്ചാൽ, അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ ഒരു പെയിൻഫുൾ ആ സമയത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അതാണ് ഒരു ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട സമയം കഴിഞ്ഞു. ഇപ്പം നമ്മളും എല്ലാവരും ഡിസ്കണക്റ്റഡ് ആയിട്ട്, എല്ലാത്തിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയിട്ട് നമ്മളുടേതായിട്ടുള്ള ലോകത്ത് നമ്മളുടേതായിട്ടുള്ള ഒരു ഫോണിലോ അല്ലെങ്കിൽ എന്തിലേലോ സമയം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദർ ആർ തിങ്സ് ദാറ്റ് വി കുഡ് വാല്യൂ നമ്മുടെ ലൈഫിൽ. അല്ലേ, അത് ഒരു വലിയൊരു റിമൈൻഡർ തന്നെയാണ്. നമുക്ക് ഇതിന് ബുക്കിനെ സമറൈസ് ചെയ്യുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് എ റിമൈൻഡർ ദാറ്റ് ലൈഫ് ഇസ് ഷോർട്ട്. അല്ലേ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പം ഇതിനകത്ത് വൺ തിങ് ഷാമിനെ എടുക്കാൻ നമ്മളെല്ലാ ബുക്കും ഇങ്ങനെയാണ് വൈൻഡ് അപ്പ് ചെയ്യുന്നത്. വൺ തിങ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും അത്? ഒന്ന് മെയിനായിട്ട് നമ്മൾ ലൈഫ് ഈസ് ഷോർട്ട്. ഇപ്പോൾ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി ഇൻ ലൈഫ് അല്ലെങ്കിൽ റിലേഷൻഷിപ്സ് ഇൻ ലൈഫ്, ഡോണ്ട് ഇഗ്നോർ ഇറ്റ്. കാരണം നമ്മൾ കേട്ടിട്ടുണ്ട്, ഞാൻ ഒരു ലിവിങ് എക്സ്പീരിയൻസ്, എൻ്റെ ആ ഒരു വെരി ഡ്രെയിൻഡ് ആയിട്ടുള്ള എൻ്റെ ആ ഒരു ടെക് ടോക്കിൽ ഞാൻ പറഞ്ഞ സംഭവം അത്ര തന്നെയുള്ളൂ. കാരണം നമുക്ക് ആ ഒരു സമയത്ത് വേണ്ടത് നമ്മുടെ കൂടെയുള്ളവരാ, അല്ലെങ്കിൽ അവർ പറഞ്ഞേക്കണത് ആയിരക്കണക്കിന് ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചൊരു അനുഭവം അവരാണ് നമ്മുടെ ലൈഫിന് മീനിങ് കൊടുക്കണതെന്നാണ്. അല്ലാണ്ട് ആ സമയത്ത് നമ്മുടെ ഒരു ആ ഒരു ഫാമിലി എന്ന് പറഞ്ഞ ഫാക്ടറിൻ്റെ ഇമ്പോർട്ടൻ്റ്. ഒപ്പം തന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി ഒരിക്കലും നമ്മുടെ ജോലി ആവരുത് എന്ന് ഭയങ്കരമായിട്ട് റിമൈൻഡ് ചെയ്യുന്ന ഒരു ബുക്കാണ്. കാരണം നമ്മുടെ ഇപ്പോൾ ആ ഒരു അസുഖം വന്ന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്ത് നമുക്ക് കൈകൊണ്ടൊരു ജോലി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് യു ആർ നോട്ട് എ ന്യൂറോ സർജൻ, യു ആർ നോട്ട് എന്താണ് ജോലി ചെയ്യണത്, നമ്മുടെ ഐഡൻറ്റിറ്റി അതിനേക്കാളും അപ്പുറത്തേക്കായിരിക്കണം. അപ്പോൾ അതിലിങ്ങനെ അവസാനം ഇങ്ങനെ പറയണം, നമ്മൾ ആർ വി ലിവിങ് ടു വർക്കാണോ, അതായത് വർക്ക് ടു ലിവ് ആണോ, നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണോ ജോലി ചെയ്യണത്, അത് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ജീവിക്കുകയാണ്. നമ്മൾ പ്രത്യേകിച്ച് മലയാളീസ് അതിനെ വെരി ഡിഫറെൻറ്റ് ഒപ്പീനിയനിൽ കൂടെ, ഡിഫറെൻറ്റ് ആംഗിളിൽ കൂടെ കാണുന്നവരാണ്. ഇപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ കമൻറ്റുകളിൽ വന്നില്ല, ഇപ്പോൾ ഗൾഫിലൊക്കെ പോയി വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവരെല്ലാം ത്യജിച്ചിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. കാരണം അവർക്ക് ആ ഒരു ജോലി എന്ന് പറഞ്ഞ സംഭവം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇന്നത്തെ ഒരു ലോകത്ത് നമുക്കൊന്നും എല്ലാം അൺസർട്ടനാണ് ലൈഫിൽ. നമുക്കൊന്നിനും ഒരു പ്രൊഡിക്ഷൻ ഇല്ല. ദർ ഇസ് നോ ഗ്യാരണ്ടി വാട്ട്സ് ഹാപ്പനിങ് ടുമോറോ. അപ്പോൾ അതാണ് ആ ഒരു മെയിൻ പോയിന്റുകൾ എനിക്ക് ഓർമ്മ വരുന്നത്. പിന്നെ
അപ്പം അതിൽ പറയണ്ട ഒരു ഡോൺ വെയിറ്റ് ഫോർ എ ക്രൈസിസ് ടു സ്റ്റാർട്ട് ലിവിങ് മീനിങ്ഫുള്ളി. അത് നമുക്ക് ആ ഒരു ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താനായിട്ട് നമ്മളൊരു ദുരന്തം കാണണമെന്നില്ല. നമുക്ക് ഓരോ നിമിഷത്തിലും നമുക്ക് ആസ്വദിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ നമുക്കൊരു സോർട്ട് ഓഫ് സംതിങ് ഹാപ്പി, ഒരു ഗിവ് ആൻഡ് ടേക്ക് ചെയ്തിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും അല്ലേ? അതെ എനിക്ക് ഉറപ്പായിട്ടും. ഇപ്പം എനിക്ക് ഈ ബുക്ക് ചിലപ്പോൾ നിങ്ങളെ പല കാര്യങ്ങളും ട്രിഗർ ചെയ്യും, ഭയങ്കര സങ്കടങ്ങൾ. ഇപ്പോൾ ആൾക്കാർ പല സാഹചര്യങ്ങളോട് കടന്നു പോയവരുണ്ടാവും, പോകുന്നവരുണ്ടാവും. സോറി അബൌട്ട് ദാറ്റ്. ഇതൊരു നെഗറ്റീവ് എനർജി തരുന്ന ബുക്കല്ല, പക്ഷെ അതിൽ സ്റ്റോറിയുടെ ഒരു ഇപ്പോൾ ഇതിലിങ്ങനെയാണ് അവസാനിക്കുന്നത്. പോൾ എവിടെയും പോകുന്നില്ല. പോള് ഒരു ലെഗസി ആയിട്ട് ഈ പോളിൻ്റെ ലെഗസി ഈ ബുക്കാണെന്ന് പറയുന്നത്. കാരണം അതാണ് നമ്മളിപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോളിന് എഴുതാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിൽ, പക്ഷെ അതിനും സമയം കണ്ടെത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ ഒരു വർക്ക്, ജോലി, ആ ഒരു പാഷൻ, അല്ലെങ്കിൽ ആ ജോലിക്കുള്ളൊരു ഭ്രമം കൊണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഇരുന്ന് ചിന്തിക്കുക. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ബുക്കുകളിലെല്ലാം നമ്മൾ പറഞ്ഞതെല്ലാം അതാണ്. ഇപ്പോൾ നമ്മൾ ആ ഒരു 4000 വീക്ക് റിമൈൻഡർ ആണെങ്കിലും ഒരു 1 തിങ് റിമൈൻഡർ ആണെങ്കിലും അല്ലേ, നമുക്ക് ലൈഫിൽ എന്തിനാണ് നമ്മളൊരു മുന്നോട്ടൊരു പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ടല്ലോ. നമ്മൾ എപ്പോഴും ചോദിക്കുന്ന വേർ യു സീ യുവർ സെൽഫ് ഇൻ 5 years ടൈം. ആൾക്കാർ എപ്പോഴും സ്ട്രഗിൾ ചെയ്യും. പക്ഷേ ഇഫ് യു ലൈഫ് ഈസ് ഗോൺ എൻഡ് ഇൻ 5 years ടൈം, വേർ യു സീ യുവർ സെൽഫ് എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു 3 years ടൈമിൽ എന്ത് കാണും എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടായിരിക്കും ആൾക്ക്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ലൈഫിൻ്റെ പർപ്പസിനെ കണ്ടുപിടിക്കുന്നത്. നിങ്ങളുടെ ലൈഫ് എൻഡ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് യു വോണ്ട് ടു നോ. ഇപ്പോൾ പോൾ എന്ന് പറഞ്ഞ മനുഷ്യൻ ഇപ്പോൾ ഒരു ഓദർ എന്നുള്ള രീതിയിലാണ് പോൾ കൂടുതൽ അറിയപ്പെടുന്നത്. ന്യൂറോ സർജൻ എന്നുള്ള രീതിയിലല്ല. പുള്ളിയുടെ ലൈഫിന്റെ സ്റ്റോറിയാണ്. ആ ഒരു ഐഡന്റിറ്റി ആയിട്ട് അദ്ദേഹം കീപ്പ് ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹം മാറ്റിയെടുക്കുകയാണ്. കാരണം അവസാനം പറയണത് ഹീസ് എ ഗിവർ. ഒരു സമൂഹത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുറച്ച് സമയത്തുള്ളത് കൊണ്ട് എങ്ങനെ നമുക്ക് മറ്റുള്ളവരെ മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു നല്ലൊരു സന്ദേശം കൊടുക്കാം എന്നുള്ളതിലാണ് ഇപ്പോഴും നമ്മൾ പോളിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 2015 മറ്റോ വിട്ടുപോയതാണ് അല്ലേ? സോ എനിക്കൊന്ന് നമുക്ക് വ്യൂവേഴ്സിന് കൊടുക്കാന്നുള്ളൊരു ലാസ്റ്റത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ലൈഫ്, നമ്മളെല്ലാവരും മരിക്കും. അപ്പം മരിക്കുകയാണെങ്കിൽ എന്താവണം, നിങ്ങൾ എന്തായിത്തീരണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, റൈറ്റ് ഇറ്റ് ഡൗൺ അല്ലേ? ഐ തിങ്ക് ഇതിനു കൊണ്ട് നമുക്ക് ആ ഒരു ലൈഫിലൊരു ക്ലാരിറ്റി അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സമയം വേസ്റ്റേഴ്സിനോട് പ്രത്യേകിച്ചും, കാരണം നമ്മൾ വിചാരിക്കുന്ന അത്രയ്ക്കൊന്നും നീളമൊന്നുമില്ല. നമ്മളൊരു വെരി ലിമിറ്റഡ് സമയത്ത് നമുക്കുള്ളൂ. നമുക്കതിൽ എങ്ങനെ സന്തോഷമായിട്ടിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എല്ലാത്തിൻ്റെയും പുറകിലേക്കൂടെ ഓടനേക്കാളും മുമ്പേ ആ ഓടുന്നതിൻ്റെ പുറകിലൊരു പർപ്പസ് ഉണ്ടായിരിക്കണം. നമുക്ക് എന്തിനാണോ വേണ്ടത് അതെല്ലാം നമ്മളൊരു പറഞ്ഞ പോലെ ഒരു ക്രൈസിസ് ഉണ്ടാവണം എന്നില്ല. നമുക്ക് ക്രൈസിസ് ഉണ്ടായവർ പറയണത് അങ്ങനെയാണ്, ക്രൈസിസ് ഉണ്ടാവണ്ട, ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. ഒരു ക്ലാരിറ്റി എപ്പോഴും നല്ലതാണ് അല്ലേ ലിജി? എനിക്ക് തോന്നുന്നു അത് തന്നെയാണ്. ഇപ്പം നിങ്ങളുടെ ഫാമിലി, ഇപ്പം ഞാൻ ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് നമ്മുടെ ഫാമിലീനെ ഓടിപ്പോയിട്ട് കെട്ടിപ്പിടിക്കാൻ എനിക്ക് തോന്നിയത്. എൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ഉൾപ്പെടുന്ന ഫാമിലീനെ, എൻ്റെ അമ്മ അച്ഛൻ എല്ലാവരും ഉൾപ്പെടുന്നു. നമ്മൾ ഒത്തിരി സമയം നമ്മൾ ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടതാണ്. കാരണം നമുക്ക് ഫാമിലി മാറ്റേഴ്സ്. കാരണം നമ്മുടെ പാരൻസ് ആണെങ്കിലും, നമ്മുടെ അടുത്ത ബന്ധുക്കളാണെങ്കിലും, ഇപ്പം നമ്മുടെ ക്ലോസ് ഫാമിലി ആണെങ്കിലും, ഇപ്പം എനിക്കാണെങ്കിലും എൻ്റെ കുഞ്ഞിനെ അടുത്ത് വെറുതെ മുഖത്ത് നോക്കി കിടക്കാൻ അതിലും വലിയൊരു സന്തോഷം വേറെ ഇല്ല. അല്ലെങ്കിൽ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട്, അവർ കഥകൾ പറഞ്ഞു കൊടുക്കാനായിട്ട്, അവരിൽ നിന്ന് കേൾക്കാനൊക്കെ ആയിട്ട് അല്ലേ? സോ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വീഡിയോ കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് ആദ്യം ചിന്ത വന്നത്? ഫാമിലി ആണോ നിങ്ങൾക്ക് ഇതായിട്ടുള്ളത്? നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്താണ് ട്രിഗർ ചെയ്തത് എന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ അറിയാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. കാരണം ഇങ്ങനെയുള്ള ബുക്കുകൾ ഡിസ്കസ് ചെയ്യുമ്പം അത് നന്നായിട്ട് ആൾക്കാർക്ക് നല്ല രീതിയിൽ പെർസീവ് ആവുന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ ചേഞ്ചാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്കും അത് തന്നെയാണ്. കാരണം നമ്മൾ ആ ഒരു ആൾക്കാരിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരിലേക്ക് നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവാനായിട്ട് നമ്മൾ പറയണത് ഫാമിലി കാര്യങ്ങളാണ്. അല്ലാണ്ട് നമുക്ക് അൺപാക്കിങ്, നമ്മളന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് അൺബോക്സിങ് ഒന്നുമില്ല. കാരണം ഞങ്ങൾ കാണണത് ലൈഫ്, ഞങ്ങൾ അൺബോക്സ് ചെയ്യാനൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. പക്ഷേ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നതും നമ്മൾ ഒന്നിച്ച് വളരേണ്ടതും ആ ഒരു പർപ്പസ്ഫുള്ളി, ഒരു മീനിങ് ഫുള്ളി, ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനാണ് ഞങ്ങൾ നമ്മുടെ ഒരു സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണത് ഒരു പരിധി വരെ. നിങ്ങൾ ഫാമിലിയിൽ അങ്ങനെ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫോട്ടോ ഒക്കെ ഷെയർ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എല്ലാം നമുക്ക് കാണാനും ആ ഒരു കഥകളൊക്കെ കാണാനും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ട്, ഇതിന് താഴെ ഞങ്ങളുടെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഞങ്ങൾ എല്ലാ കമൻറ്റും ഞങ്ങൾ വായിക്കാറുണ്ട്, ഞങ്ങൾ പറ്റണ പോലെ റിപ്ലൈ ചെയ്യാറുണ്ട് അല്ലേ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഗൈസ്. നമുക്ക് ഈ ബുക്ക് നിങ്ങൾക്ക് ഒത്തിരി ചേഞ്ചസ് വരുത്തിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ബുക്കിൽ കാണുന്നവരെ ബൈ ബൈ. Okay.